കേരളം അതിനിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രിക്കും 2 മന്ത്രിമാർക്കും MLA-മാർക്കുമെതിരെ സരിതയുമായി ബന്ധപ്പെട്ട അവിഹിത ബന്ധത്തിന്റെ തെളിവുകൾ ഉണ്ട് എന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവ് ശേഖരിക്കാനുള്ള യാത്ര ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞത് 10 മണിക്കൂർ കൊണ്ടുള്ള യാത്രയിൽ തനിക്ക് സോളാർ കമ്മീഷന് മുന്നിൽ തെളിവ് ഹാജരാക്കാൻ കഴിയും. ആ യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, ഇന്ന് സോളാർ കമ്മീഷനിൽ ഉണ്ടായ നടപടിക്രമങ്ങൾ, അതോടൊപ്പം ഈ യാത്ര ഇപ്പോൾ ഇടപ്പള്ളി കഴിഞ്ഞ് എത്തി നിൽക്കുമ്പോൾ ആ യാത്രയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഏതു തരത്തിലാണ്? പ്രതിഭ, ഇപ്പോൾ ഈ യാത്രയിലെ വിശദാംശങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ബ്രിജേഷ് നൽകിയ അനുസരിച്ച് പറയുകയാണെങ്കിൽ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന ഷാജി കൈലാസ് ചിത്രത്തിൽ അല്ലെങ്കിൽ ജോഷി ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു ചേസിങ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, സമാന്തരമായി മറ്റ് വാഹനങ്ങൾ വരുന്നു, ഇവരെ ഈ വാഹനങ്ങൾ തടഞ്ഞ് ആൾ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതിനകത്തുള്ള വാഹനം മാറി വേറൊരു വാഹനത്തിൽ യാത്ര മാറുന്നു, ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ മാധ്യമപ്പടയെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, വഴിതെറ്റിക്കുന്ന തരത്തിൽ ഊടുവഴികളിലൂടെ ചെറിയ വഴികളിലൂടെ കയറിപ്പോകുന്ന സൈലോ വാഹനം, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ഈ യാത്ര കോയമ്പത്തൂരാണെങ്കിൽ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് തീർച്ചയായിട്ടും മാധ്യമപ്പടയെ തടയാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ വളരെ ആശങ്കയോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റൂട്ട് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇടപ്പള്ളി കഴിഞ്ഞ അടുത്ത അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടി, തൃശ്ശൂർ കഴിഞ്ഞ് നേരെ പാലക്കാട് കയറുക, ബൈപ്പാസ് വഴിയാണ് യാത്രയെങ്കിൽ പാലക്കാട് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് വാളയാർ വഴി നമുക്ക് കോയമ്പത്തൂരിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ അവിടെ വീണ്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു തടസ്സം വാളയാർ ചെക്ക് പോസ്റ്റാണ്. വാളയാർ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ വാഹനം അടക്കം തടഞ്ഞു വയ്ക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് വളരെ ആശങ്കയോടുകൂടി തന്നെ ചിന്തിക്കേണ്ടതും വളരെ ഊർജിതമായ രീതിയിൽ മാധ്യമപ്രവർത്തകർ ഏതു തരത്തിൽ അവരുടെ കണ്ണും ബുദ്ധിയും പ്രയോഗിക്കും എന്നുള്ളത് നിർണായകമായി സിനിമ കാണുന്നത് പോലെ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പോലീസ് വാഹനം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിർദ്ദേശാനുസരണം ഒരു തെളിവ് കണ്ടെത്താൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വാഹനം ഇതിനെ ഫോളോ ചെയ്യുന്ന മാധ്യമപ്പടയെ എവിടെ വെച്ച് തടയണമെന്ന് കൃത്യമായ ലക്ഷ്യം പോലീസിന് തന്നെ ഉണ്ട്. അത് എത്തേണ്ടടുത്ത് ആശയം എത്തും എന്നുള്ളത് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഈ CD കണ്ടെത്താൻ പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് അടുത്ത മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം പ്രദീപേ, ഇന്ന് ഇറങ്ങുന്ന സമയത്ത്, അതായത് ഈ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് പനമ്പള്ളിയിൽ വെച്ച് 8ാം നിലയിൽ നിന്ന് താഴേക്കെത്തിയ ബിജു രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് ആവർത്തിച്ച് പറഞ്ഞത് തൻ്റെ പക്കൽ 4 സെറ്റ് തെളിവുകളുണ്ട്. ഈ ഓരോ സെറ്റ് തെളിവുകളും ഓരോ സ്ഥലത്താണ്. ഈ ഓരോ സ്ഥലത്തിരിക്കുന്ന തെളിവുകൾ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാലും 4ാമത്തെ സെറ്റെങ്കിലും കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കമ്മീഷൻ്റെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി പോകുന്ന ഒരു യാത്ര തുടക്കമിട്ട് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ CD ലഭ്യമാവുകയും പിന്നീട് അത് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം വരാകുന്ന ചില നാടകീയ രംഗങ്ങൾ, അത്ഭുതങ്ങൾ, മിറക്കിൾസ്, ഇതൊക്കെ മാജിക്കലായിട്ടുള്ള ചില മൊമെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു രീതിയിൽ നമുക്ക് തന്നെ നമ്മൾ ആ ഭാഗവും നമ്മൾ ഒരിക്കലും കാണാതിരുന്നുകൂടാ. ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളും നോക്കി കാണേണ്ടതുണ്ട്. ഇവിടെ ബിജേഷ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ വഴിതെറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. എവിടെ നിന്ന് CD എടുത്തു, എങ്ങനെ എടുത്തു എന്നുള്ളത് സംബന്ധിച്ച്. കാരണം മാധ്യമങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണാത്മക പത്രപ്രവർത്തനം ഉണ്ട് എന്നുള്ള ആളുകൾ നമ്മളുടെ അടക്കം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇവരെ CD എടുത്ത് മടങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് മടങ്ങുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും CD-യുടെ അംശം മറ്റൊരു സ്ഥലത്ത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. ഇവിടെ കമ്മീഷന് മുമ്പിൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ലോക ജനത ഇത് കാണും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് എവിടെ വെച്ചാണ് ഇനി ഈ മാധ്യമ പടയെ തടയുക എന്നുള്ളതാണ് നമ്മളിനി ആശങ്കയോട് കാണേണ്ടത്. ഈ യാത്ര ലക്ഷ്യം കോയമ്പത്തൂരാണെങ്കിൽ
തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത്. ഇനി പാലക്കാട് നിന്ന് വാളയാർ വഴി കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ കാട്ടിനകത്തൂടെയുള്ള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുകൾ അടങ്ങുന്ന ഊടുവഴികൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള വഴികൾ അവലംബിക്കുമോ എന്നുള്ളതും നമുക്ക് ആശങ്കയോടെ കാണണം. അങ്ങനെയെങ്കിൽ അത്തരം വഴികളിലൂടെ മറ്റു വാഹനങ്ങൾ കടത്തിവിടുകയില്ല. പോലീസിൻ്റെ വാഹനം മാത്രമായിരിക്കും ചിലപ്പോൾ കടത്തിവിടുന്നത്. നമുക്കപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതെല്ലാം നമുക്ക് വരും മണിക്കൂറിൽ, എന്തായാലും 10 മണിക്കൂറാണ് പറഞ്ഞത്. പക്ഷേ 10 മണിക്കൂറൊന്നും കോയമ്പത്തൂരാണെങ്കിൽ വേണ്ടി വരില്ല. അതിനു മുമ്പേ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും. കോയമ്പത്തൂരിനകത്ത് എവിടെ എന്നുള്ളത്, കോയമ്പത്തൂരിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോയമ്പത്തൂർ പോലുള്ള വലിയൊരു സിറ്റിക്കകത്ത് കയറുമ്പോൾ ഇവിടെ പോയതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ പുറകെ തന്നെ പോകാൻ നമ്മുടെ വാഹനത്തിന് കഴിയുമോ എന്നുള്ളതും നമുക്ക് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ട കാര്യമാണ്. പ്രദീപേ, സുനിൽ, ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം 2 മന്ത്രിമാർക്കെതിരെയും ഉണ്ട്, 2 MLA മാർക്കെതിരെയും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമാണ്. സോളാർ കമ്മീഷനിൽ ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കൃത്യമായി എന്തൊക്കെയാണ്? അവിടെ സരിതയുമായി ആലോചിച്ചതിന് ശേഷമാണ് താൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. സരിത ഇതിനെ ഏതു തരത്തിലാണ് പിന്നീട് ഇതുമായി പ്രതികരിച്ചത്? ഒപ്പം സഭയിലും പുറത്തും മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് എന്തൊക്കെയായിരുന്നു? പ്രതിഭ ബിജു രാധാകൃഷ്ണൻ ഇക്കാര്യം വെളിപ്പെടുത്തിയ സമയത്ത് തന്നെ സരിത ഇതിനെ വേറെ രീതിയിലാണ് കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു സംഭവമില്ല, തൻ്റെ പിതാവിന് തുല്യനാണ് മുഖ്യമന്ത്രി എന്നുള്ളതും മറ്റുള്ളവരെ വളരെ സൗഹൃദത്തോടു കൂടിയാണ് താൻ കണ്ടിട്ടുള്ളത് എന്നുള്ളതടക്കം സരിത പറയുകയും ബിജു രാധാകൃഷ്ണനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന സരിതയുടെ നേരത്തെയുള്ള ഒരു മുഖവും നേരത്തെയുള്ള മുഖത്തിന് ശേഷം സരിതയുടെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ ഈ ലോകത്തിലെ ഒരു പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ ഒരു ജനത കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവിടെ കുറിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് പോകുമ്പോൾ ഉമ്മൻചാണ്ടി നിയമസഭയിൽ ഇത് കൃത്യമായി പറയുമ്പോൾ വളരെ വികാരഭരിതനായി തന്നെയാണ് മുഖ്യമന്ത്രി ഇതിനകത്ത് പ്രതികരിച്ചത്. കാരണം തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ, തനിക്കെതിരെ ഒരുപാട് തന്നെ ദ്രോഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും അധികം ആരോപണങ്ങളും ഇത്രയും അധികം പ്രതിസന്ധിയും നേരിട്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന താൻ ഈ പറയുന്ന CD ഉണ്ട് എങ്കിൽ കൊണ്ടുവരട്ടെ, അതോടെ പൊതുജീവിതം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മനസ്സിനകത്തുള്ള ഉറച്ച നിലപാട് അല്ലെങ്കിൽ ഈ ഉറച്ച നിലപാടിലുള്ള മറുപടിക്ക് വഴിവെച്ച വസ്തുത എന്താണ്? മറിച്ച് ഈ വസ്തുത ഒരു ഉറച്ചതിൽ പറയുന്ന ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ ഇല്ലാതാക്കാം, ആ ഒരു വിശ്വാസത്തിലാണോ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇത് വരുമ്പോൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇതിനകത്ത് മോശം പരാമർശങ്ങളൊന്നും തന്നെ നിയമസഭയ്ക്കകത്ത് ഈ CD-യിൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരുടെയും MLA മാരടക്കമുള്ള സരിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ സജീവമായ അവിഹിത ബന്ധം പുലർത്തിയതിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സഭയിൽ പറഞ്ഞത് ഈ പറയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ഉണ്ടാകരുതേ എന്നാണ് ഞങ്ങളും കരുതുന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ടൊരു വ്യക്തി നടത്തുന്ന ഒരു വെളിപ്പെടുത്തൽ, അതിലേക്ക് അന്വേഷണം നടത്താൻ ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരു ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ഇന്ന് തന്നെ നടത്തണം, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാടെടുത്ത് പോകുമ്പോൾ അതിനകത്തുള്ള സത്യസന്ധത എത്രമാത്രം, നീതി എത്രമാത്രം, അതിനകത്തുള്ള ധാർമ്മികത എത്രമാത്രം എന്നുള്ളവയെ തന്നെയാണ് ഈ ജനത തന്നെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് യാത്രയുടെ വിശദാംശങ്ങൾ പ്രദേശത്ത് നിന്ന് ലഭ്യമായി കഴിഞ്ഞാൽ കൂടുതൽ ഈ പറയുന്ന വളരെ ആശങ്കയും എന്നാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയുടെ വിശദാംശങ്ങളും കൂടെ ലഭ്യമാകാമെന്ന് തോന്നുന്നു. പ്രദീപ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ മണിക്കൂറുകൾ കൂടെ കേരളം കടന്നു പോകുന്നു. സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 6 പേർക്കെതിരെ സരിത എസ് നായരുമായി അവിഹിത ബന്ധം ഉണ്ടതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ട് എന്നുള്ളതായിരുന്നു. ഇന്നായിരുന്നു ഇത് ഹാജരാക്കാനുള്ള അവസാന ദിവസം. 10 മണിക്കൂറിനുള്ളിൽ തനിക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയും എന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനെ അറിയിക്കുകയും എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച ശേഷം തെളിവുകൾ പിടിച്ചെടുക്കാൻ സോളാർ കമ്മീഷൻ ഉത്തരവിടുകയുമായിരുന്നു. കമ്മീഷനും ബിജു രാധാകൃഷ്ണനും മാത്രമായി നടത്തിയ ആശയവിനിമയത്തെ തുടർന്ന് തെളിവ് ശേഖരിക്കാനുള്ള സംഘം യാത്ര തിരിച്ചിരിക്കുന്നു. ആലുവ ഭാഗത്തുകൂടെയാണ് സംഘം ഇപ്പോൾ കടന്നു പോകുന്നത്. കോയമ്പത്തൂരിലാണ് ഈ നിർണായക തെളിവുകൾ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. 6 അംഗ സംഘം ഇത്തരത്തിൽ തെളിവ് ശേഖരിക്കാൻ ആലുവ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ കോയമ്പത്തൂർ ആണ് ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം എന്നും സൂചന ലഭിക്കുന്നു. മാധ്യമപ്രവർത്തകർ സംഘത്തിനു പിന്നാലെ
യാത്രയുടെ ഓരോ നിമിഷങ്ങളും അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ എന്തൊക്കെ, ഏത് സ്ഥലത്തുകൂടെ യാത്ര പോകുന്നു, അതത് സമയത്തെ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടുള്ള തത്സമയ ബുള്ളറ്റിൻ. സോളാർ കേസുമായി പീപ്പിൾ TV പുറത്തുവിട്ട സോളാർ അഴിമതി വലിയ ഒരു നിർണായക മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 2 മന്ത്രിമാർ, 2 MLA മാർ, ഇവർക്ക് സരിത എസ് നായരുമായുള്ള അവിഹിത ബന്ധത്തിന്റെ CD തന്റെ പക്കലുണ്ട് എന്ന് സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ നൽകിയ മൊഴി. ആ തെളിവുകൾ പിടിച്ചെടുക്കാൻ സോളാർ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. 6 അംഗ സംഘം തെളിവുകൾ പിടിച്ചെടുക്കാനുള്ള യാത്രയിൽ ആ സംഘം ആലുവ പിന്നിടുമ്പോൾ കോയമ്പത്തൂരാണ് തെളിവുകൾ ഉള്ളതെന്നും കോയമ്പത്തൂരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുക, കോയമ്പത്തൂർ ലക്ഷ്യസ്ഥാനമാക്കി സംഘം മുന്നോട്ട് പോകുമ്പോൾ അഭിഭാഷകരും പോലീസും ഉൾപ്പെട്ട സംഘം, ഇതിൽ നിയന്ത്രണങ്ങളുമുണ്ട്. അഭിഭാഷകർക്കും പോലീസിനും ഫോൺ ഉപയോഗിക്കുന്നത് അടക്കമുള്ള നിയന്ത്രണങ്ങൾ കമ്മീഷൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഏതൊരു രാഷ്ട്രീയവും കണ്ടിട്ടില്ലാത്ത വളരെ പ്രത്യേകതയുള്ള മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. മുഖ്യമന്ത്രിക്ക് സരിതയുമായി ലൈംഗിക ബന്ധമുണ്ട് എന്നതിന് തെളിവ് ഹാജരാക്കാനുള്ള ബിജു രാധാകൃഷ്ണന്റെ ശ്രമം. അവസാനവും ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ഇത്തരത്തിൽ തെളിവുണ്ട്, 10 മണിക്കൂർ കൊണ്ട് താൻ യാത്ര ചെയ്താൽ തെളിവുകൾ എത്തിക്കാൻ സാധിക്കും. സുനിൽ അരിമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, സോളാർ കമ്മീഷന് പുറത്തിറങ്ങി ബിജു രാധാകൃഷ്ണൻ നിലപാട് ഉറപ്പിച്ചതാണ്, തെളിവുകൾ ഉണ്ട് തന്റെ പക്കൽ, അത് താൻ ഹാജരാക്കും. താൻ ആരോപണം ഉന്നയിക്കുന്നവർ സർക്കാർ പക്ഷത്തായത് തനിക്ക് ഒന്നും ചെയ്യാനില്ല അക്കാര്യത്തിൽ. ഇത്തരത്തിൽ തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന തെളിവുകൾ അത് കൃത്യമായി അടിവരയിടുമ്പോൾ ഇന്ന് സോളാർ കമ്മീഷൻ തുടങ്ങിയ യാത്ര ആലുവ പിന്നിടുമ്പോൾ കോയമ്പത്തൂരിലേക്ക് എന്ന സൂചന ലഭിക്കുമ്പോൾ ഈ തെളിവുകളുടെ ഏറ്റവും വലിയ പ്രസക്തിയും അതോടൊപ്പം സോളാർ കമ്മീഷനിൽ ഇന്നു നടന്ന നടപടിക്രമങ്ങളും ഏതു തരത്തിൽ? പ്രതിഭ, ഈ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത വലിയൊരു നാണക്കേട്, വൃത്തികെട്ട ജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാരുടെ ഒരു മുഖമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. മറിച്ചാണെങ്കിൽ ഇതിനേക്കാൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ശക്തനായി തന്നെ ഇത്രയും ആരോപണങ്ങൾ, ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ആ ആരോപണങ്ങളെ ആഭരണമാക്കി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ജനങ്ങളിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുള്ള ജനകീയ ശക്തി അത്യന്തം വളരെ വലിയൊരു അളവിൽ പുറത്തു വരുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ കഴിയുന്നത്. കാരണം അതുതന്നെയാണ് നിയമസഭയിൽ വികാരഭരിതനായി മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും ഇത്രയും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല, ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല, എന്നിട്ടും ഒന്നും തെളിയിക്കാൻ പറ്റാതെ താൻ ഇത്തരത്തിൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ വെളിപ്പെടുത്തലും വന്നിരിക്കുന്നത്. അത് വരട്ടെ, അതിനെ നേരിടാം, അത് കൊണ്ടുവരട്ടെ, ഉണ്ടെങ്കിൽ തൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് ശക്തമായി നിയമസഭയിൽ ഉറപ്പ് നൽകുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ലൈംഗിക ആരോപണ തെളിവുകൾ തേടി ഇപ്പോൾ 6 അംഗ സംഘം യാത്ര തിരിക്കുന്നു. മറ്റൊരു തരത്തിൽ മാധ്യമപ്രവർത്തകരെ വഴിതെറ്റിച്ചുകൊണ്ട് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള വില്ലൻ പരിവേഷത്തിനും നായകൻ പരിവേഷത്തിനും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രംഗപ്രവേശത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു യാത്ര മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അങ്കമാലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്കമാലിയിൽ നിന്ന് കോയമ്പത്തൂരാണെങ്കിൽ തീർച്ചയായും 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും തൃശ്ശൂർ, അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ എത്തുന്നു. അതിനുശേഷം തൃശ്ശൂർ ബൈപ്പാസ് വഴി തന്നെ പാലക്കാട് കയറുന്നു. പാലക്കാട് നിന്ന് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് കോയമ്പത്തൂരിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പോലീസ് വാഹനമാണ്, അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിൻ്റെയും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകാം. ഇനി നമുക്ക് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാവിലെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ ശേഷം നമുക്ക് ആശങ്കയിലേക്ക് വരാം. അതായത് രാവിലെ മുതൽ തന്നെ വളരെ വ്യക്തമായി, കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾ വളരെ ആകാംക്ഷാപൂർവ്വം, നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലൂടെ എപ്പോൾ CD വരും എന്നുള്ളതടക്കം വളരെ സജീവമായി സോഷ്യൽ മീഡിയകളിലെ ആളുകൾ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ ഈ ദിവസത്തിൽ ബിജു രാധാകൃഷ്ണൻ ബോംബ് പൊട്ടിക്കുമോ എന്നുള്ളതടക്കം നിൽക്കുമ്പോൾ ആ ബോംബ് കണ്ടെത്താനാണ് പോകുന്നത്. ആ കണ്ടെത്തിയ ശേഷം കിട്ടുന്ന ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടാണ്. അല്ലെങ്കിൽ ഈ ബോംബിനെ നിർവീര്യമാക്കുമോ, ബോംബ് പൊട്ടാതിരിക്കാനുള്ള നിർവീര്യമാക്കുന്ന പ്രവർത്തകരാണോ ഈ പോകുന്നത്, ബോംബ് സ്ക്വാഡ് എന്ന് പറയുന്നതായി പോകുന്നത് അത്തരത്തിലുള്ളവരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ക്വാഡ് അവിടെ ചെന്ന് ഈ ബോംബ് നിർവീര്യമാക്കിയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ പൊട്ടാൻ പറ്റാത്തൊരു ബോംബുമായിട്ടാണോ തിരിച്ചു വരുന്നതെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം.
പക്ഷേ ഇന്ന് അവസാനം വണ്ടിയിലേക്ക് കയറുന്ന സമയത്തും ബിജു രാധാകൃഷ്ണൻ വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ കയ്യിൽ 4 സെറ്റ് തെളിവുണ്ട്, ഈ തെളിവുകൾ തേടിയാണ് പോകുന്നത്. ഇത് എവിടേക്ക് പോകുന്നു എന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഭരണതന്ത്രത്തിലിരിക്കുന്നവർക്കെതിരെയുള്ള ഒരു തെളിവാണ്. അതുകൊണ്ട് എനിക്ക് തുറന്നു പറയാൻ നിർവാഹമില്ല. 2 പേർക്ക് മാത്രം അറിയാം എവിടെയാണ് ഈ സാധനം ഉള്ളത് എന്നുള്ളത്. അത് അനുസരിച്ച് ബിജു രാധാകൃഷ്ണൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പതുക്കെ ആയിരിക്കില്ല, അത് ഉറക്കെ തന്നെ ആയിരിക്കും. അത് ഈ പോലീസുകാർക്കും അത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ ഏതെങ്കിലും തരത്തിൽ അത്തരം നിർണായകമായ കാര്യങ്ങൾ നടക്കുമ്പോൾ സോളാർ കമ്മീഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ അത് ഏതു തരത്തിലായിരുന്നു, അതിന്റെ യാത്ര ഇക്കാര്യത്തിൽ നടക്കുകയും ചെയ്യുമ്പോൾ സരിതയും ബിജു രാധാകൃഷ്ണനും ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ നിലപാടുകൾ, അതിൽ ബിജു രാധാകൃഷ്ണന്റെ പറഞ്ഞ പ്രസ്താവനകളെ, സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളെ സരിത അടിക്കടി നിഷേധിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഒപ്പം സരിതയുടെ നിലപാടുകൾ ഏതു തരത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഈ നിമിഷം? പ്രതിഭ, സരിതയുടെ നിലപാടുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ സരിത എന്ന് പറയുന്നത് മറ്റേതൊരു കേസിലെയും പ്രതിയെ പോലെ അല്ല സരിത എസ് നായർ എന്ന് പറയുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉന്നതങ്ങളിൽ നിന്ന് സരിതയ്ക്ക് സാമ്പത്തിക സഹായമടക്കം ഉള്ളതുകൊണ്ട് തന്നെയാണ് സരിത ഇന്നും പൊതുജന മധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു സ്റ്റാറിൻ്റെ പദവിയോടുകൂടി തന്നെ പല മേഖലകളിലും എത്തുന്നതും പല മേഖലകളിൽ എത്തുമ്പോൾ സരിതയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ജനങ്ങളെ പോലും നമ്മളിവിടെ കാണുന്നതാണ്. അപ്പോൾ സരിതയുടെ കേസുകൾ ഏത് രീതിയിൽ പോയി, സരിതയ്ക്ക് ഏതു തരത്തിലുള്ള സാമ്പത്തിക സഹായം എവിടെയൊക്കെ ലഭിച്ചു എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല. സ്വാഭാവികമായിട്ട് സരിതയുടെ ഭാഗത്ത് ഉള്ള ഒരു തെറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ കേസ് മാത്രമേ വരത്തുള്ളൂ. സാമ്പത്തികമായിട്ട് കബളിപ്പിക്കൽ നടന്നു, ഒരു പദ്ധതിയുടെ പേരിൽ കുറേ ആളുകളെ കബളിപ്പിച്ചു, അവർക്ക് തുക തിരികെ നൽകാൻ കോടതിയിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും കോടതി അത് അനുവദിക്കുകയാണെങ്കിൽ അവിടെ തീരുന്നു സരിതയുടെ കേസ്. പിന്നെ മറ്റൊരു തരത്തിലുമില്ല. നമ്മൾ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ. അത്തരത്തിൽ തന്നെയാണ് ഏറ്റവും നിർണായകമായ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. 10 മണിക്കൂർ യാത്ര, ഇക്കാര്യത്തിൽ സോളാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തെളിവുകൾ സ്വീകരിക്കാനായി യാത്ര നടത്തുമ്പോൾ കോയമ്പത്തൂരിലാണ് തെളിവുകൾ ഉള്ളതെന്നും സോളാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഈ 10 മണിക്കൂറുകളിലൂടെ പോകുന്നു. മുഖ്യമന്ത്രിക്കും 2 മന്ത്രിമാർക്കും MLA മാർക്കുമെതിരെ ഉണ്ടായ അതിനിർണായകമായ ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ, സരിതയ്ക്കും മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും അതോടൊപ്പം 2 MLA മാരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവിഹിത ബന്ധമുണ്ട്, അതിന് തെളിവുകൾ തന്റെ പക്കലുണ്ട്. സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ, അതിനെ തുടർന്ന് സോളാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തെളിവ് ശേഖരിക്കാനുള്ള യാത്ര. സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, ആ യാത്ര തുടങ്ങുന്ന നിമിഷം മുതൽ ആലുവ പിന്നിടുന്ന ഈ യാത്ര, ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ നടന്ന വാദങ്ങൾ, സോളാർ കമ്മീഷന്റെ നിലപാട്, അതിനുശേഷം ബിജു മാധ്യമങ്ങൾക്ക് മുന്നിലെടുത്ത നിലപാട് ഏതു തരത്തിലായിരുന്നു? പ്രതിനിധി സോളാർ കമ്മീഷന് മുമ്പിൽ ബിജു രാധാകൃഷ്ണൻ ഹാജരായപ്പോൾ തന്നെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പിൽ വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 10 മണിക്കൂർ തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ തെളിവുകൾ ഹാജരാക്കാം എന്ന് സോളാർ കമ്മീഷൻ മുമ്പാകെ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോളാർ കമ്മീഷനകത്ത് കമ്മീഷൻ അംഗങ്ങൾ യോഗം ചേരുകയും ബിജുവിനെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ താൻ ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഉള്ളതെന്ന് പറയുന്നത്, അതെവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കമ്മീഷൻ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് 10 മണിക്കൂർ സമയം നൽകുകയാണെങ്കിൽ ഈ തെളിവുകൾ ഇന്ന് തന്നെ ഹാജരാക്കാം എന്നാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോളാർ കമ്മീഷൻ ഇത് ഇന്ന് തന്നെ കണ്ടെത്താം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ 3 ഉപാധികൾ ബിജു രാധാകൃഷ്ണൻ ഇന്ന് വെച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം തൻ്റെ അഭിഭാഷകനെ CD കണ്ടെത്താൻ പോകുന്ന ഈ യാത്രയിൽ കൂട്ടണം. രണ്ടാമത്തെ കാര്യം ബിജു രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് ഈ തന്നോടൊപ്പം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ വാങ്ങി വെക്കണം എന്നുള്ളത്. മൂന്നാമത് വച്ച ഉപാധി എന്ന് പറയുന്നത് ഈ CD നൽകുന്ന അല്ലെങ്കിൽ ഈ CD സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തിയെ യാതൊരു തരത്തിലുള്ള നിയമത്തിനും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കുറ്റവും ചുമത്തി നിയമപ്രക്രിയകളിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള ആവശ്യം. ഇതിൽ 2 കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. ഈ CD സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തിയെ കേസെടുക്കുകയോ അത്തരം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഉൾപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സോളാർ കമ്മീഷൻ ഉറപ്പ് കൊടുത്തു. രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞത് ഭാഗികമായിട്ടുള്ള ഒരു തിരുത്തലാണ്. അതായത് ഫോണുകൾ നിരീക്ഷിക്കും.
ഫോണുകൾ കയ്യിൽ വാങ്ങി വെക്കുകയില്ല. പക്ഷേ പോലീസുകാർ കൂടെ പോകുന്ന പോലീസുകാരുടെ കൈവശമുള്ള ഫോണുകൾ നിരീക്ഷിക്കും എന്നുള്ളത്. മൂന്നാമത്തെ നിബന്ധന അത് ലംഘിച്ചു. അത് വേണ്ടാന്ന് സോളാർ കമ്മീഷൻ പറഞ്ഞു. അതിന് പകരമായിട്ടാണ് സോളാർ കമ്മീഷന്റെ അഭിഭാഷകൻ, തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ 2 പോലീസുകാർ, സോളാർ കമ്മീഷൻ തന്നെ നിയോഗിച്ച 2 പോലീസുകാർ, അങ്ങനെ ബിജു രാധാകൃഷ്ണൻ അടക്കം 6 പേരുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത്. ഈ യാത്ര പുറപ്പെടാനായി പോകുന്ന സമയത്ത് തന്നെ വീണ്ടും ബിജു രാധാകൃഷ്ണൻ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. തൻ്റെ പക്കൽ തെളിവുകളുണ്ട്, CD ഉണ്ട്, 4 സെറ്റ് തെളിവുകളാണുള്ളത്. ഇത് ഹാജരാക്കും. ഇതിനു വേണ്ടിയാണ് പോകുന്നത്. എങ്ങോട്ടൊന്ന് പോകുന്നത് തനിക്ക് പറയാൻ പറ്റുകയില്ല. മറിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. താൻ ഇതിൽ തെളിവാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇവിടെ ഉള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒന്നുമല്ല താൻ ഇടപെടുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് യാത്ര തിരിച്ച് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് തന്നെയാണ് യാത്ര പോകുന്നത്. കോയമ്പത്തൂർ എന്ന നിഗമനത്തിൽ തന്നെയാണ് നമ്മുടെ വിജേഷും ഒപ്പമുള്ളത് തുടരുന്നത്. അതിന്റെ ഓരോ വിശദാംശങ്ങളും യാത്ര ഏതോ വഴിയിൽ കൂടി എങ്ങനെ എവിടേക്ക് അതിലേക്ക് വരാം.